നാഷണൽ അവാർഡ് കിട്ടും, പടത്തിനും കിട്ടും, പൃഥ്വിക്കും കിട്ടും. അതറിയില്ല, കിട്ടണം. നല്ല മൂവിയാണ്. പൃഥ്വിരാജിൻ്റെ വളരെ നല്ല ഒരു പെർഫോമൻസ് ആണ്. ഇറ്റ്സ് റിയലി ഗുഡ് മൂവി. സൂപ്പറായിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആയിരുന്നു. നല്ല പടം, സർവൈവൽ പടമായിരുന്നു. വെള്ളദാഹത്തിൻ്റെ ഒക്കെ കൂടുതൽ കാണിച്ചിട്ടാണ്. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആർട്ടിസ്റ്റിക് മൂവി ആയിരുന്നു. എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു 7.5 on 10 ഡെഫിനറ്റ്ലി കൊടുക്കും. എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പടമല്ല, ഒരു മാസ് മസാല ഒന്നും പ്രതീക്ഷ ആരും വരത്തില്ല. നല്ലൊരു പടമാണ്, കണ്ടിരിക്കാം. ഇന്റർനാഷണൽ സ്റ്റഫ് സൂപ്പർ. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടമാണ്, അത്രേ ഉള്ളൂ. പൃഥ്വിരാജ് നല്ലോണം അഭിനയിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. പൃഥ്വിരാജ് നമുക്ക് നല്ലോണം ബോഡി വെയിറ്റ് കുറച്ചതൊക്കെ നമുക്ക് വളരെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അടിപൊളി പടം ബ്രോ, ഒരു രക്ഷയില്ല, സൂപ്പർ പടം. ഇതിൻ്റെ അഭിനയം ഇതുപോലെ ഇത്രയും അടിപൊളിയായിട്ട് അഭിനയിക്കാൻ വേറൊരു നാടല്ല. സെക്കൻഡ് ഹാഫ് അടിപൊളി, ഫസ്റ്റ് ഹാഫ് കുഡ് ബീൻ ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല പടം. ഫസ്റ്റ് വാച്ച് മൂവി സൂപ്പർ. പടം വേറൊരു ലെവല്. പൃഥ്വിരാജിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. ഇമ്മാതിരി സാധനമൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ ചെയ്യണമെന്ന് അറിയില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ അടിക്കുന്നത് ഇങ്ങനെ ഈ മനുഷ്യൻ ചെയ്തതെന്ന്. അടിപൊളി പടം. പൊള്ളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. പൊളി എന്ന് പറഞ്ഞാൽ വേറൊരു അവസ്ഥയിൽ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ രാജിൻ്റെ അഭിനയം എനിക്കൊന്നുമില്ല. ഞാൻ ഫേസ്ബുക്കിൽ ഹാഫ് പോർഷൻ കഴിഞ്ഞപ്പോൾ വെറും പൃഥ്വിരാജെന്ന് മാത്രം ഇട്ടു. കാരണം ഒന്നും പറയാനില്ല, അത്രയ്ക്ക് എക്സലൻറ്റ് നിറഞ്ഞെന്നുള്ളതിലപ്പുറത്തേക്ക് നമ്മളെ പ്രെഡിക്റ്റബിൾ ആണല്ലോ. നമുക്ക് ഓൾറെഡി ഈ സിനിമ വായിച്ചത് കൊണ്ടിട്ട് തന്നെ പ്രെഡിക്റ്റബിൾ ആയിരുന്നതുകൊണ്ട് നമുക്ക് സ്റ്റോറി നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. പക്ഷെ അതിൽ നിന്ന് അപ്പുറത്തേക്ക് പൃഥ്വിരാജിൻ്റെ അഭിനയം കൊണ്ട് നമ്മളെ കരയിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് എന്തൊക്കെയോ ഇമോഷൻസ് ശരിക്കും എൻ്റെ വാപ്പായൊക്കെ 40-48 വർഷം സൗദിയിലൊക്കെ ജീവിച്ച ആളുകളാണ്. അപ്പം എൻ്റെ വാപ്പയുടെ കഫീലൊക്കെ നല്ല അടിപൊളി ആളുകളായിരുന്നു. പക്ഷേ ഓരോരുത്തരുടെ ജീവിതം സൗദി അറേബ്യയിലെ സംഭവങ്ങൾ പറയുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ഇമോഷണലായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ട് പലരും പല ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ പലരും പല രീതികളിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ ഇമോഷൻസ് വിഷയങ്ങളൊക്കെ ഇതുപോലെ പ്രവാസികളായിട്ടുള്ളവർ പലരെയും കയറ്റി വിട്ട അനുഭവങ്ങളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർ വരുന്നു, ഒരു തലനാരിലേക്ക് രക്ഷപ്പെടുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും അത് പൃഥ്വിരാജ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം. ബ്ലസ്സി ചിത്രം എന്നതിലപ്പുറത്തേക്ക് പൃഥ്വിരാജ്, ഇത്രയേ ഉള്ളൂ. ശരി, ഈ പുള്ളി 16 വർഷത്തേക്ക് കഥയൊക്കെ പറയുമ്പോൾ ഞാനും വിചാരിച്ചു ഇങ്ങനെ ഇത്രയും പറയുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കാണുന്നത്. പക്ഷേ വല്ലാത്തൊരു മൂവി കേട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ ഷോട്ടുകളായിരുന്നാലും വിഷ്വൽസ് ആയിരുന്നാലും ഓരോ ഡീറ്റെയിലിംഗ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പാടുപെട്ട് പുള്ളി ചെയ്തിട്ടുള്ള ആ ഒരു ലെവൽ പെർഫോമൻസ് എൻ്റെ ഇതിനകത്തുണ്ട്. നല്ല രീതിയിൽ ഇമോഷണൽ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ശരിക്കും ഭയങ്കര ഇമോഷണൽ, ഭയങ്കര നല്ല ഡെപ്തിൽ ചെയ്തിരിക്കുന്ന ഒരു മൂവി. ഒരിക്കലും രണ്ടല്ല ഒരുപാട് വട്ടം കണ്ടുപോകും. കാരണം വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ആ അവസ്ഥ നമ്മൾ ആ ക്യാരക്ടറായിട്ട് നിന്ന് ചെയ്യുമ്പോൾ പോലെ ഫീൽ ചെയ്യും. ആ അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുമെന്ന് പറയുന്നത് ശരിക്കും ആ പടം കാണുമ്പോൾ അത് മനസ്സിലാവും. ഇല്ല, കണ്ണ് നിറയാതെ അതിനകത്ത് നിന്ന് ആരും ഇറങ്ങത്തില്ല. പിന്നെ പുള്ളി കറക്റ്റ് ഇതിലെ ഒറിജിനൽ കഥാപാത്രം എന്താണോ അതായിട്ട് തന്നെ പൃഥ്വിരാജ് സാറിന് അഭിനയിക്കാൻ പറ്റി. വേറൊരു നടനും അതുപോലെ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തു പറയാൻ, ഇഷ്ടപ്പെട്ടു. ഈ പടത്തിന് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ വേറൊരു പടത്തിനും കിട്ടാനില്ല. അടിപൊളിയായിരുന്നു. ഇതുപോലെ ഞാൻ വേറൊരു മൂവിയും ഇങ്ങനെ ഇത്ര ഇതിൽ കണ്ടിട്ടില്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കുന്ന ഒരാളുടെ കണ്ണ് നിറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ആ മൂവിയിൽ അത് കൊടുത്തിട്ടുണ്ട് അവർ. റിയൽ സ്റ്റോറിയാണെന്ന് കേൾക്കുമ്പോഴാണ് ഒരു ഞെട്ടലിങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മളൊന്നും ഇതൊന്നും അറിയാതെ ജീവിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ആ ഒരു മൂവിയുടെ ഇമോഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കാണുമ്പോഴത്തേക്കിനും.